തീ കൊളുത്തുകയാണ്. അർജുൻ്റെ സഹോദരങ്ങളും കസിൻസൊക്കെ ചേർന്നാണ്, സഹോദരിയുടെ മകനും ചേർന്നാണ് ചിതയ്ക്ക് തീ കൊളുത്തുന്നത്. അർജുൻ്റെ മകൻ അയാൻ, ഭാര്യ കൃഷ്ണപ്രിയയും സമീപത്ത് തന്നെയുണ്ട്. മകൻ നിലവിളിച്ച് കരയുന്നത് എല്ലാവരെയും കണ്ണീരിലാഴ്ത്തുന്നുണ്ട്. കൃഷ്ണപ്രിയ മകനെയും എടുത്തുകൊണ്ടാണ് അർജുൻ്റെ ചിതയ്ക്കരികിൽ വന്ന് നിൽക്കുന്നത്. അന്ത്യനിമിഷങ്ങൾ കാണണമെന്ന് ആഗ്രഹിച്ച് അവർ അവിടെ വന്ന് നിൽക്കുകയാണ്. പക്ഷേ മകൻ കരയുന്നത് എല്ലാവരെയും സങ്കടത്തിലാഴ്ത്തുന്നു. അർജുൻ്റെ സഹോദരിയും അവിടെയുണ്ട്, മറ്റ് ബന്ധുക്കളൊക്കെ തന്നെ സമീപത്തുണ്ട്. സഹോദരൻ അഭിജിത്തും സഹോദരി അഞ്ജുവിൻ്റെ ഭർത്താവ് ജിതിനും മകനൊക്കെ തന്നെയാണ് ഈ അന്ത്യകർമ്മങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. അർജുൻ എന്ന ഒരു നാടിൻ്റെ പൊന്നോമന പുത്രൻ ഒരു ഓർമ്മയായി മാറുകയാണ്. അന്ത്യനിമിഷങ്ങളിലേക്കൂടെയാണ് നമ്മളെല്ലാവരും കടന്നു പോകുന്നത്. എല്ലാവരും കണ്ണു നിറഞ്ഞ് ഈ അർജുൻ്റെ അന്ത്യനിമിഷങ്ങൾക്ക് സാക്ഷിയാവുകയാണ്. ഈ ചിത എരിഞ്ഞ് തീർന്ന് ഓർമ്മയാകാൻ ഇനി ഏതാനും മിനിറ്റുകൾ മാത്രമേ ബാക്കിയുള്ളൂ. ചിതയ്ക്ക് തീ കൊളുത്തുകയാണ്. എല്ലാവരും പ്രാർത്ഥനാപൂർവം അർജുന് വേണ്ടി പ്രാർത്ഥനാപൂർവം നിൽക്കുന്ന കാഴ്ചകളാണ്. വളരെ വൈകാരികമായ കാഴ്ചകളാണ് ഈ അർജുൻ്റെ കണ്ണാടിക്കലിലെ വീട്ടുവളപ്പിൽ നിന്ന് കാണുവാൻ സാധിക്കുന്നത്. കുഞ്ഞാണെങ്കിൽ വാവിട്ട് കരയുന്നു, അതും എല്ലാവരെയും സങ്കടത്തിലാഴ്ത്തുന്നു. ഭാര്യ കൃഷ്ണപ്രിയ ഒരു വശത്തുണ്ട്. എം കെ രാഘവൻ എം പി ഉൾപ്പെടെയുള്ള ആളുകൾ കുഞ്ഞിനെ ആശ്വസിപ്പിക്കാനൊക്കെ തന്നെ നോക്കുന്നുണ്ട്. മറ്റ് രാഷ്ട്രീയ നേതാക്കളൊക്കെ തന്നെ സമീപത്തുണ്ട്. എല്ലാവരെയും സങ്കടത്തിലാഴ്ത്തുന്ന ഒരു വൈകാരികമായ നിമിഷങ്ങളാണ് അർജുൻ്റെ വീട്ടുപരിസരത്ത് നടക്കുന്നത്. അർജുൻ്റെ ഇഷ്ടഭവനത്തിനോട് ചേർന്ന് അർജുൻ്റെ അന്ത്യവിശ്രമ സ്ഥലം ഒരുങ്ങിയിരിക്കുന്നു. ആ ചിതയിൽ മൃതദേഹം വെച്ച് ചിതയ്ക്ക് തീ കൊളുത്തുകയാണ്. അർജുൻ എരിഞ്ഞു തീർന്ന് ഓർമ്മയായി തീരാൻ ഇനി നിമിഷങ്ങൾ മാത്രമാണ്. ഇങ്ങനൊരു ദിവസം ഉണ്ടാകരുതേ എന്ന് എല്ലാവരും ആഗ്രഹിച്ചതാണ്. പക്ഷേ വിധി മറ്റൊന്നായി. എല്ലാവരുടെയും പ്രതീക്ഷകൾ തകിടം മറിച്ചുകൊണ്ട് അർജുൻ ഓർമ്മയായി പോവുകയാണ്. ഈ അർജുനെ തിരിച്ചു കൊണ്ടുവരുമെന്ന് പറഞ്ഞു പോയ ഈശ്വർ മൽപ്പ ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിന് സാക്ഷികളായി സമീപത്ത് നിൽപ്പുണ്ട്. മനാഫുണ്ട്, അർജുന് വേണ്ടി ശിരൂരിൽ തെരച്ചിലിന് വേണ്ടി അക്ഷരം പ്രയത്നിച്ച മനാഫുണ്ട്. മറ്റ് ശിരൂരിൽ പോയി നേരിട്ട് ഏകോപനം നടത്തിയ നാട്ടുകാരുണ്ട്. മറ്റ് സന്നദ്ധ പ്രവർത്തകരൊക്കെ തന്നെ ഇതിന് സാക്ഷികളായി, ഈ അന്ത്യനിമിഷങ്ങളിൽ സാക്ഷികളായി തീർന്നണിഞ്ഞ് ഇവിടെ പ്രാർത്ഥനാപൂർവം നിൽക്കുകയാണ്. എല്ലാവരും അതായത് മുട്ടുസൂചിയിട്ടാൽ ശബ്ദം കേൾക്കുന്ന പോലെ നിശബ്ദതയിലാണ് ഈ അർജുൻ്റെ കണ്ണാടിക്കൽ വീടും പരിസരവും. ആയിരങ്ങൾ വന്നുപോയി അഭിമുഖജനം അർപ്പിച്ച ഒരു വീടാണ്. ചിതയ്ക്ക് തീ കൊളുത്തി എല്ലാവരും പിരിഞ്ഞു പോവുകയാണ്. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ പ്രിയപ്പെട്ട അർജുൻ എറിഞ്ഞ് തീർന്ന് ഓർമ്മയായി ചിതാവസ്ഥമായി മാറാൻ പോവുകയാണ്. എല്ലാവരെയും സങ്കടക്കടലിലാഴ്ത്തി, കണ്ണാടിക്കലിനെ കണ്ണീർ കടലിലാഴ്ത്തി അർജുൻ ഓർമ്മയായി തീരാൻ വേണ്ടി പോവുകയാണ്. സാധാരണക്കാരനായ ഒരു ചെറുപ്പക്കാരൻ നാടിൻ്റെ സംസ്ഥാനത്തിൻ്റെ പൊന്നോമന പുത്രനായി യാത്ര ചെല്ലുന്നു. എത്രയോ ആളുകളുടെ കണ്ണുനീരിലൂടെയാണ് അർജുൻ അന്ത്യവിശ്രമം കൊള്ളാൻ പോകുന്നത്. ഉള്ളിൽ ചിതാവസ്ഥമായി തീരുന്ന അർജുൻ്റെ ഓർമ്മ എല്ലാവരും പോവുകയാണ്. നാട്ടുകാരുൾപ്പെടെ, അയൽവാസികൾ ഉൾപ്പെടെ, അർജുൻ ബന്ധുക്കൾ ഉൾപ്പെടെ അന്ത്യകർമ്മങ്ങൾ പൂർത്തിയാക്കി ചിതയ്ക്കരികിൽ നിന്ന് മാറി അർജുൻ്റെ അനിയനും ഭാര്യ സഹോദരനും മറ്റ് കസിൻസും സഹോദരിയുടെ പുത്രനെല്ലാം തന്നെ അന്ത്യകർമ്മങ്ങൾ പൂർത്തിയാക്കി അവിടെ നിന്ന് മാറി ചിതയ്ക്ക് തീ കൊളുത്തി. മറ്റ് ആളുകളും ബന്ധുക്കളൊക്കെ തന്നെ ചിതയ്ക്കരികിൽ നിന്ന് മാറിയിട്ടുണ്ട്. അർജുൻ്റെ ഭാര്യയും മകനൊക്കെ തന്നെ വീടിനകത്തേക്കും മാറിയിട്ടുണ്ട്. വളരെ വികാരഭരിതമായ നിമിഷങ്ങളാണ്. ഈശ്വർ മൽപ്പയും മനാഫും ഉൾപ്പെടെയുള്ള ആളുകളും ചിതയുടെ അരികിൽ നിന്ന് മാറിയിട്ടുണ്ട്. ആളുകൾ ആയിരങ്ങൾ വന്നുപോയ ഒരു വീട്ടുമുറ്റം. അതിരാവിലെ തന്നെ നിരവധി ആളുകളാണ് ഈ വീട്ടുമുറ്റത്തേക്ക്, കണ്ണാടിക്കൽ ഗ്രാമത്തിലെ ഈ വീട്ടുമുറ്റത്തേക്ക് ഒഴുകിയെത്തിയത്. അർജുൻ്റെ മുഖം കാണാൻ സാധിച്ചില്ലെങ്കിലും അർജുൻ്റെ സാമീപ്യം അനുഭവിക്കാൻ വേണ്ടി, അന്തിമോപചാരം അർപ്പിക്കാൻ വേണ്ടി, ഒരു പുഷ്പാർച്ചന അർപ്പിക്കാൻ വേണ്ടി നിരവധി ആളുകളാണ്. ചെറിയ കുട്ടികൾ ഉൾപ്പെടെയുള്ള
നിരവധി ആളുകളാണ് ഈ വീട്ടുമുറ്റത്തേക്ക് രാവിലെ വന്നു പോയത്. അതിൽ രാഷ്ട്രീയ നേതാക്കളും മത നേതാക്കളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. അതിൽ നിന്ന് തന്നെ മനസ്സിലാവുന്നത് അർജുൻ എത്രമാത്രം പ്രിയപ്പെട്ടവനായിരുന്നു. അർജുനെ എങ്ങനെയാണ് കേരളം കണ്ടത്, ഓരോ ആളുകളും അർജുനെ എത്രമാത്രം ഹൃദയത്തോട് ചേർത്ത് നിർത്തിയിരുന്നു എന്ന് നമുക്ക് ഈ ജനക്കൂട്ടത്തിൽ നിന്ന് മനസ്സിലാക്കാം. കാരണം ഒരു രാഷ്ട്രീയ നേതാവോ അല്ലെങ്കിൽ ഒരു പ്രശസ്തനായ വ്യക്തിയോ അന്തരിക്കുമ്പോൾ മാത്രം കാണുന്ന ആ തരത്തിലുള്ള വലിയൊരു ആൾക്കൂട്ടമാണ് ഈ കണ്ണാടിക്കൽ എന്ന് പറയുന്ന ഈ ഗ്രാമത്തിലേക്ക് ഇന്ന് ഒഴുകിയെത്തിയത്. മൃതദേഹം കണ്ടെത്തിയെന്നറിഞ്ഞപ്പോൾ തന്നെ എന്നാണ് മൃതദേഹം കൊണ്ടുവരുന്നത്, ഞങ്ങൾക്കും ഇവിടെ എത്തണം, അർജുനെ ഒന്ന് കാണണം എന്ന് പറഞ്ഞുകൊണ്ട് നിരവധി ആളുകളായിരുന്നു അന്വേഷിച്ചു കൊണ്ടിരുന്നത്. ഇന്നലെ വരെ തൃശ്ശൂർ ചാലക്കുടി നിന്നൊക്കെ ആളുകൾ അർജുൻ്റെ വീട്ടിലേക്ക് വന്നിരുന്നു. കാരണം ഇന്നലെയാണ് മൃതദേഹം കൊണ്ടുവരുന്ന കരുതിയ നിരവധി ആളുകളാണ് ഈ വീട്ടിലേക്ക് വന്നു പോയത്. ഇന്നും പല സ്ഥലങ്ങളിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്ന് പോലും നിരവധി ആളുകൾ ഇവിടേക്ക് എത്തി. അർജുൻ്റെ ഓർമ്മ, ഒരു സാധാരണക്കാരനായ ഒരു ചെറുപ്പക്കാരൻ നാടിൻ്റെ പൊന്നോമന പുത്രനായത് എങ്ങനെയാണെന്നറിയാൻ കാർവാറിലെ MLA പോലും ഇവിടെ എത്തി. കാരണം ഒരു സാധാ ലോറി ഡ്രൈവറല്ലേ എന്ന് അവർ ആദ്യം കരുതിയതാണ്. പക്ഷേ എന്താണ് അർജുൻ, എന്താണ് കേരളത്തിൻ്റെ സ്നേഹം, എന്താണ് മനുഷ്യ സ്നേഹമെന്ന് പഠിപ്പിച്ച അർജുൻ ഇപ്പോൾ ഓർമ്മയാവുകയാണ്. അർജുൻ്റെ പേരിൽ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നു. ജാതിയില്ല, മതമില്ല, വർണ്ണമില്ല, വിവേചനമില്ല, എല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന 10-75 ദിവസങ്ങളാണ് കടന്നുപോയത്. അർജുന് വേണ്ടി എല്ലാവരും ഒരുമിച്ച് നിന്നു. സർക്കാർ സംവിധാനങ്ങൾ, രാഷ്ട്രീയവുമില്ലാതെ, പ്രതിപക്ഷമില്ല, ഭരണപക്ഷമില്ലാതെ എല്ലാവരും ഒരുമിച്ച് നിന്ന് അർജുന് വേണ്ടി തിരച്ചിലിറങ്ങി. കർണാടക സർക്കാരും എല്ലാവരും സഹകരിച്ചു. അങ്ങനെ അക്ഷീണം പ്രയത്നിച്ചാണ് അർജുനെ കണ്ടെത്താൻ സാധിച്ചത്. ഈശ്വർ മൽപ്പ അന്ന് വീട്ടിൽ വന്ന് പറഞ്ഞു പോയതാണ്, അമ്മയ്ക്ക് വാക്ക് നൽകിയതാണ്, ഞാൻ മകനെ തിരിച്ചു കൊണ്ടുവരുമെന്ന്. പക്ഷേ ഈ രൂപത്തിൽ കൊണ്ടുവരുമെന്ന് ഈശ്വർ മൽപ്പ കരുതിയിരുന്നില്ല. പക്ഷേ ഒരു ഘട്ടത്തിൽ പോലും അമ്മ പറഞ്ഞിരുന്നു, മകൻ്റെ ഓർമ്മയ്ക്കായി, മകൻ മരിച്ചെന്ന് ഉറപ്പുവരുത്താനെങ്കിലും എന്തെങ്കിലും ഒരു തെളിവ് കണ്ടെത്തി തരണമെന്ന് അമ്മ ആവശ്യപ്പെട്ടതാണ്. അത് ആഴ്ചകൾ കഴിഞ്ഞിട്ട് ആണ് അമ്മ അങ്ങനെ വളരെ വൈകാരികമായി പ്രതികരണം നടത്തി.